ജന്മന ഇരുകാലുകളും വളഞ്ഞിട്ടാണ്. പക്ഷെ ക്രിക്കറ്റ് പിച്ചിൽ ബൗണ്ടറികൾ പായിക്കാൻ ഇതൊന്നും ഒരു വിഷയമേ അല്ല. പറഞ്ഞു വരുന്നത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ ആറ്റുകാൽ സ്വദേശി രാഹുലിനെ കുറിച്ചാണ്. ഭിന്നശേഷിക്കാരൻ എന്ന് പറഞ്ഞ് പലരും പിന്തള്ളിയപ്പോഴും വിക്കറ്റ് വിട്ടുകൊടുക്കാതെ റണ്ണെടുക്കാനുള്ള ഓട്ടത്തിലാണ് രാഹുൽ. ബാക്കി കഥ രാഹുൽ തന്നെ പറയും. രാഹുൽ, ഞാനിപ്പോൾ ഇറങ്ങുന്നത് എൻ്റെ സ്വപ്നത്തിൻ്റെ പിച്ചിലേക്കാണ്. ക്രിക്കറ്റ് കളിക്കുന്നതാണോ വലിയ കാര്യമെന്ന് ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? എന്നാൽ ഇതെനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. രണ്ട് കാലിലെയും പാദങ്ങൾ വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പാദങ്ങളിലെ എല്ലാ വിരലുകളും ഇല്ല, 4 വിരളേ ഉള്ളൂ. അതുപോലെ എനിക്ക് ടോ ഇല്ല, ഹീല് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോർമലി ഒരു പേഴ്സണിന് ഹീലും ടോയും ഉണ്ടെങ്കിൽ മാത്രമേ നേരെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ വെറും ഹീലുകൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2017 ഞാൻ പ്രൊഫഷണലി ക്രിക്കറ്റ് കളിക്കണമെന്നുള്ളൊരു ആഗ്രഹമായിട്ട് മുന്നോട്ട് വന്നത്. നിലവിൽ ട്രിവാൻഡ്രത്തുള്ള ഒരു 5ഓളം കോച്ചുമാരുടെ മുന്നിൽ ഞാൻ ചെന്നായിരുന്നു. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കറക്റ്റായിട്ട് കിട്ടിയില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ വഴി ഞാൻ എത്തിപ്പെട്ടതാണ് എൻ്റെ ഫിലിപ്പ് സാറ്. ഏകദേശം ആ ഒരു 6 വർഷം അടുപ്പിച്ചാകുന്നു വന്നിട്ട്. നമുക്ക് വേറെ അതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളി അമ്പയറിങ് കോഴ്സിന് വിട്ടു. അമ്പയറിങ് കോഴ്സ് നല്ല രീതിയിൽ പുള്ളി പാസ്സാവുകയും ചെയ്തു. 22 മെയ് ആയപ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് കേരളത്തിന് വേണ്ടി കളിക്കുകയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് 2022 തൊട്ട് 26 വരെയുള്ള യാത്രയുടെ ഇടയിൽ ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത് ഇന്ത്യ സൗത്ത് സോൺ പ്ലെയറായിട്ടാണ്. എനിക്ക് നേരിട്ട അപമാനങ്ങളും ദുരനുഭവങ്ങളും എല്ലാം മനസ്സിലാക്കി എന്നെപ്പോലത്തെ എൻ്റെ സുഹൃത്തുക്കൾക്ക് കിട്ടേണ്ട കുറച്ച് കായികപരമായിട്ടുള്ള, അതായത് ക്രിക്കറ്റിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടി മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞ ഒരു ടൂർണമെൻറ്റ് ട്രിവാൻഡ്രത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 2008 തൊട്ട് 2016 വരെ ഞാൻ കളരിപ്പയറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ക്രിക്കറ്റിലേക്ക് കളരിപ്പയറ്റ് കഴിഞ്ഞ് ക്രിക്കറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും വെല്ലുവിളി നേരിട്ടത് എൻ്റെ ബാലൻസിൻ്റെ വിഷയമായിരുന്നു. കാരണം എൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും വരാറുണ്ട്. അത് ഞങ്ങൾ തന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാമറ പേഴ്സൺ അമൽ സുനിലാലിനും ബിഗ് TV ജേർണലിസ്റ്റ് ദൃശ്യ പുതിയടത്തിനുമൊപ്പം രാഹുൽ എസ് എ, തിരുവനന്തപുരം. രാഹുലിന്റെ കഥ കണ്ടില്ലേ? അതേപോലെ നമുക്കും മുന്നോട്ട് പോകണം. പ്രതിസന്ധികളെ അതിജീവിച്ച് ഓരോ പ്രതിസന്ധികളും ഒരു വൈകല്യങ്ങളും നമ്മുടെ മനസ്സിനെ തളർത്തുന്നില്ല. വൈകല്യങ്ങൾ എന്നല്ല, അത് ഭിന്നമായ ഒരു ശേഷിയാണ് എന്നാണ് നമ്മുടെ സമൂഹം പുതിയ കാലത്ത് അതിനെ വിവർത്തനം ചെയ്യുന്നത്. Big TV, without fear or favor.